2024 പ്രാർത്ഥനാ വർഷമായി പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. കത്തോലിക്ക സഭയുടെ 2025 ജൂബിലി വർഷത്തിനുള്ള ഒരുക്കമായാണ് പ്രാർത്ഥനാ വർഷം ആചരിക്കുക. ക്രിസ്തീയ ഐക്യത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. വ്യക്തി ജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും ലോകത്തിലും പ്രാർത്ഥനയുടെ മഹത്തായ മൂല്യവും സമ്പൂർണ്ണ ആവശ്യവും പുനഃപരിശോധിക്കുവാൻ സമർപ്പിക്കപ്പെട്ട വർഷമാണ് ഇതെന്ന് പാപ്പ വെളിപ്പെടുത്തി. കൃപയുടെ ഈ വർഷം നന്നായി ജീവിക്കാനും ദൈവത്തിന്റെ പ്രത്യാശയുടെ ശക്തി അനുഭവിക്കാനും നമ്മെ ഒരുക്കുന്നതിന് പ്രാർത്ഥന തീവ്രമാക്കാൻ പാപ്പ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. പ്രാർത്ഥനാ വർഷത്തിൽ കത്തോലിക്ക സമൂഹങ്ങളെ കൂടുതൽ പൂർണ്ണമായി പങ്കെടുക്കാൻ സഹായിക്കുന്നതിന് വത്തിക്കാനിലെ സുവിശേഷവൽക്കരണ ഡിക്കാസ്റ്ററി പ്രസിദ്ധീകരിക്കുമെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി. പ്രാർത്ഥനാ വർഷത്തെക്കുറിച്ചുള്ള പ്രത്യേക പത്രസമ്മേളനം ജനുവരി 23 നടക്കുമെന്ന് വത്തിക്കാന്റെ പ്രസ് ഓഫീസും അറിയിച്ചു. 2000-ലെ മഹത്തായ ജൂബിലിക്ക് ശേഷമുള്ള ആദ്യത്തെ സാധാരണ ജൂബിലിയായ 2025 ജൂബിലി വർഷത്തിനായി 35 ദശലക്ഷം ആളുകളെയാണ് റോമും വത്തിക്കാനും പ്രതീക്ഷിക്കുന്നത്. കത്തോലിക്ക സഭയിൽ അനുഗ്രഹത്തിന്റെയും തീർത്ഥാടനത്തിന്റെയും പ്രത്യേകമായ വിശുദ്ധ വർഷമായാണ് ജൂബിലി വർഷത്തെ കണക്കാക്കുന്നത്. ഓരോ 25 വർഷം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ ജൂബിലി വർഷം ആഘോഷിക്കുന്നത്. രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ഈശോയുടെ മനുഷ്യാവതാര സംഭവത്തിന് 2025 വർഷം തികയുന്ന വേളയെന്നത് ഇത്തവണത്തെ സവിശേഷമായ വസ്തുതയാണ്. 2024 ഡിസംബർ 24 ക്രിസ്മസ് തലേന്നാണ് 2025 ജൂബിലി വർഷത്തിന് ആരംഭമാകുക. 2026 ജനുവരി 6 ജൂബിലി വർഷം സമാപിക്കും. 1300-ൽ ബോണിഫസ് 8-ാമൻ പാപ്പയാണ് തിരുസഭയിൽ ആദ്യമായി ജൂബിലി ആഘോഷം സംബന്ധിക്കുന്ന പതിവ് ആരംഭിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്നായ് ന്യൂസ്.